നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ജ്ഞാനായ സഭയിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഓരോ ദിവസങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഒരു ജ്ഞാനായ സഭ വിശ്വാസി കൂടിയാണ്. ഇദ്ദേഹത്തിന് നേരെ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഭീഷണിയൊക്കെ വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. എൻ്റെ പേര് റിജോ ജേക്കബ്. ഞാൻ കുറിച്ചി മാർ ഇഗ്നാത്യോസ് ജ്ഞാനായ പള്ളി ഇടവാംഗമാണ്. ഞാൻ ഞങ്ങളുടെ സമുദായത്തിൽ സമുദായപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. 4 തിരുമേനിമാർ തമ്മിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അന്ത്യോക്യ പാത്രികീസ് ബാവ ഞങ്ങളുടെ സമുദായ മെത്രാപ്പൊലീത്തായിരുന്ന കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയെ സസ്പെൻഡ് ചെയ്തു ഒരു മെയ് മാസം 17-ാം തീയതി. അതിനുശേഷം അദ്ദേഹം ബിനാമികളെ വെച്ച് ഒരു തട്ടിക്കൂട്ട് ടെമ്പററി സ്റ്റേയും കാര്യങ്ങളൊക്കെ കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് മേടിക്കുകയും അതിനുശേഷം ഇയാൾ പള്ളികളിലൊക്കെ പോയി ഇങ്ങനെ കലാപത്തിനുള്ള ആഹ്വാനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി അങ്ങനെ ഞങ്ങളുടെ പള്ളി വന്നപ്പോൾ ഇദ്ദേഹത്തെ ബാവ മുടക്കിയതായതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇദ്ദേഹം പള്ളി വരാനോ കുർബാന ചൊല്ലുവാനോ പട്ടത്തിനടുത്ത യാതൊരു കാര്യങ്ങളും ചെയ്യുവാൻ അധികാരമില്ലാത്തതാണ്. ബാവ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ശുശ്രൂഷകൾക്കും അധികാരമില്ലാത്തതാണ്. ഇദ്ദേഹം അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു സ്വീകരണവും ഇല്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഗുണ്ടകളെ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ മുത്തുക്കുടയുമായിട്ട് വന്നു. ഞാൻ അവിടെ അന്ത്യോക്യ മലങ്കരം എന്ന നീണാൾവാഴ്ത്തി, അന്ത്യോക്യ പാത്രികീസ് നീണാൾവാഴ്ത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട സേവരസ്നത്തനാൻ ഗോപായിക്ക് എന്ന് പറയുകയും ഇദ്ദേഹത്തിന്റെ ഗുണ്ടകൾ എന്നെ മുത്തുക്കുടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കമ്പിവടിയുമായി എന്നെ മർദ്ദിക്കുകയും എൻ്റെ തലയൊട്ടിക്ക് പൊട്ടലേൽക്കുകയും എൻ്റെ കണ്ണിന്റെ പിരിയത്തിന് 18 സ്റ്റിച്ചുണ്ടാവുകയും അവിടെ പോലീസ് വരികയും പോലീസ് അവിടെ വന്ന് എൻ്റെ 11 വയസ്സുള്ള മകൻ എന്നെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. അവിടെ നിന്ന് ചികിത്സകൾക്കൊക്കെ ശേഷം 4 ദിവസത്തിന് ശേഷം ഞാൻ ഡിസ്ചാർജായി. പോലീസ് വളരെ നിരുത്തരവാദപരമായിട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഇട്ടത്. അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട കോട്ടയം പോലീസ് മേധാവിയെ സമീപിക്കുകയും എൻ്റെ കേസ് കൊടുക്കുകയും ചെയ്തു. ആയതിനു ശേഷം ഞാൻ ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി 2199 CMB രജിസ്റ്റർ ചെയ്യുകയും ആ CMBയുടെ മേളിൽ ജൂലൈ മാസം 11-ാം തീയതി ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് ചിങ്ങോനെ SHOയ്ക്ക് ഓർഡർ ഇടുകയും ചെയ്തിട്ടുള്ളതാണ്. അന്വേഷണം നടത്തി മതിയായ സെക്ഷൻ ആഡ് ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുവാൻ പറഞ്ഞിട്ട് നാളെ ഇത്രയുമായി ഈ 100 ദിവസമായിട്ടും കോടതി അലക്ഷ്യമാണ്. ഈ പ്രതികളെ ആരെയും ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അതിനുശേഷം ഈ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കാളികളാണെന്നും ഇവരെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സർവ്വ സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ടെന്നും ഇവര് രാഷ്ട്രീയ പിടിപാടുള്ള ആളുകളാണെന്നും സ്വാധീനമുള്ള ആളുകളാണെന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു 3651 നമ്പർ CMB ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി കൊടുത്തിട്ടുള്ള ആ CMBയുടെ ഓർഡർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. 3/10/2024 പെൻഡിങ് ഇരിക്കുന്നതാണ്. ഈ മെത്രാപ്പൊലീത്തായും ഈ 7 ഗുണ്ടകളും ഇവർ കൂടിയാലോചന നടത്തി 2 മുതൽ 8 വരെയുള്ള പ്രതികളും ഈ 1-ാം പ്രതിയായ സേവറിയോസ് തിരുമേനിയും ഫോണിൽ കൂടെയോ മീറ്റിങ്ങിലൂടെയോ വീടുകളിലോ എവിടെയോ ഗൂഢാലോചന നടത്തി ആണ് 120B പ്രകാരം കേസെടുത്ത് ഇത് അന്വേഷിച്ച് പ്രതികളെ കസ്റ്റഡി എടുക്കണമെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടാണ്. ഇവരുടെ ആ ദിവസങ്ങളിലെ ഫോൺ മാത്രം ചെക്ക് ചെയ്താൽ മതി ഈ വിഷയത്തിലെ ഗൂഢാലോചന കണ്ടെത്താൻ സാധിക്കും. ഇവർ കൃത്യമായിട്ടും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. 2 പേരിൽ കൂടുതൽ ആളുകൾ ഒരാളെ കൂട്ടമായിട്ട് മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗൂഢാലോചന ഉണ്ടെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവരെ 8 ആളുകൾ കൂടി എന്നെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനകത്ത് 120B 308 മുതലായ വകുപ്പുകൾ ഉള്ളതാണ്. പെടലിക്ക് മേലുള്ള മുറിവുകൾക്ക് നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് 308 ചാർജ് ചെയ്യേണ്ടിയാണ്. പോലീസ് ഇതുവരെയും 308 വകുപ്പ് ചാർജ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗൂഢാലോചന 120B ചാർജ് ചെയ്യേണ്ടതാണ്. ഇതുവരെയും ചാർജ് ചെയ്തിട്ടില്ല. ഈ പ്രതികളെ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് പോലീസ്. ഇന്നലെ ഈ പ്രതികളെ അവസാനം അകത്താകുമെന്നുള്ള ലക്ഷണത്തിലോട്ട് എത്തിയപ്പോൾ ഈ പ്രതികളെ കോട്ടയം ജില്ലാ കോടതിയിൽ ഒരു CMB കൊടുക്കുകയും അവർ മുൻകൂർ ജാമ്യത്തിന് 438 പ്രകാരം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും അവരുടെ മുൻകൂർ ജാമ്യം 4-ാം തീയതി മാറ്റിവെച്ചു, 6-ാം തീയതി വെച്ചു, 10-ാം തീയതി വെച്ചു, 11-ാം തീയതി, 12-ാം തീയതി, 13-ാം തീയതി, 24-ാം തീയതി, അവസാനം 26-ാം തീയതി ഓർഡേഴ്സിനായിട്ട് വെച്ചതും 26-ാം തീയതി വീണ്ടും 27-ാം തീയതി ഓർഡേഴ്സിനായിട്ട് വെച്ചതും ഇന്നലെ ഇതിനകത്തെ മുഖ്യപ്രതികളായ അനു കുര്യൻ പാടകശ്ശേരിയെയും 2-ാം പ്രതി തമ്പി മാത്യു മുക്കാട്ടിനെയും ജാമ്യം അനുവദിക്കുന്നില്ലെന്നും ബാക്കിയുള്ള പ്രതികൾക്ക് കണ്ടീഷൻ ബെയില് അനുവദിച്ചിട്ടുള്ളതും കോടതി ഉത്തരവിട്ടതാണ്. ഈ ഉത്തരവ് ഇന്നലെ രാത്രിയിൽ ഞാൻ ചിങ്ങോനം പോലീസിനെ ഈ ഉത്തരവ് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഈ ഉത്തരവ് പ്രകാരം ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ചിങ്ങോനം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നു. അവിടുത്തെ CI ആയിട്ട് സംസാരിച്ചപ്പോൾ CI അനിൽകുമാറെ അദ്ദേഹം എന്നോട് പറയുകയാണ്,
പ്രതികളൊക്കെ ഇപ്പൊ വരും, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം, അവർക്കൊക്കെ ബെയിൽ കിട്ടി. ഞാൻ പറഞ്ഞു ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും എന്ത് ചെയ്യേ? അപ്പൊ പറഞ്ഞു അവരെ ഹൈക്കോടതി ജാമ്യം എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവര് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു പരിപാടിയും ഇവർക്ക് ഈ 100 ദിവസമായിട്ടില്ല. ഒന്നാം പ്രതിയുടെ സ്വാധീനം മൂലം ഈ പോലീസ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഒന്നാം പ്രതി ഈ പോലീസ് സ്വാധീനം ഉപയോഗിച്ചെടുത്ത FIR-ൽ ഒന്നാം പ്രതി തന്റെ കയ്യിലിരുന്ന സ്ലീബ വീശിയും ആംഗ്യം കാണിച്ചും അടിക്കടാ കൊല്ലടാ എന്ന് പറയുന്ന FIR 739 വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. എന്നിട്ടും ഈ പോലീസിന്റെ ഈ ഇത്തരം ഉത്തരവാദിത്വപരം അല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, സിദ്ദിഖിന്റെ കേസിലെ ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, പ്രതികള് ഉന്നത സ്വാധീനമുള്ളവരും വാദികളെ സാധുക്കളുമാണെങ്കിൽ പോലീസ് കോടതി ജാമ്യം തള്ളിയാലും ഈ പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യത്തില്ല. ഈ പ്രതികളിലെ സ്വൈര്യ വികാരം നടക്കുക, പ്രതികൾ ഒളിവിലാണെന്ന് പറയുക. സുപ്രീം കോടതി പൊക്കോട്ടെ, എവിടെ വേണേലും പൊക്കോട്ടെ, എവിടെ പോയാലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒരു താല്പര്യമില്ല. സാധാരണക്കാരാണ് പ്രതികളെങ്കിൽ പോലീസ് അന്നേരം അവരെ അറസ്റ്റ് ചെയ്യും, അല്ലാതെ ഉന്നത സ്വാധീനമുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ആയതിനാൽ ഞാൻ ഒരു അഡ്വക്കേറ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അഡ്വക്കേറ്റ്സും ഒക്കെ ആയിട്ട് നിയമോപദേശം തേടിയിട്ട് തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയിൽ പുതിയ കേസ് ഈ ഒന്നാം പ്രതിയായ മെത്രാനെ ഒഴിവാക്കിയതിലും ബാക്കിയുള്ള പ്രതികൾക്ക് ജാമ്യം കൊടുത്തതിലും എനിക്കുള്ള ആക്ഷേപം അറിയിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് കൊടുക്കുന്നതായിരിക്കും. സാർ ഇതിപ്പം സാറിന്റെ ജീവൻ ഉൾപ്പെടെ ഇപ്പോൾ ഭീഷണി എന്റെ ജീവന് ഭീഷണിയാണ്. എന്റെ ജീവന് ഭീഷണി എന്ന് പറഞ്ഞാൽ എന്നെ ഇവര് അതുപോലെ പിടിപാട് സാധ്യതയുള്ള ആളുകളാണ്. ഇവരെന്നെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. എനിക്ക് 3 മക്കളും ഭാര്യയാവുള്ളേ. ഇവരെന്നെ കൊല്ലാനും എന്റെ വീട് ആക്രമിക്കാനും ഉള്ള എല്ലാ സാധ്യതകളും ഇവർ കലാപത്തിന് വരെ ആഹ്വാനം ചെയ്യും. ഈ മെത്രാപ്പൊലീത്തായെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സെവറിയോസ് തിരുമേനിയും പാത്രിക്കീസ് ബാവായും മാർപ്പാപ്പായും പ്രധാനമന്ത്രിയും എല്ലാം ഒരൊറ്റ റോളേ ഉള്ളൂ കോടതിയുടെ മുമ്പിൽ. പക്ഷേ ഈ രാജ്യത്തെ ഈ പോലീസ് ഈ പ്രതികൾക്ക് മുൻഗണന കൊടുക്കുന്നതിനാലാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്. ഞാൻ എന്റെ കേസിലെ കൃത്യമായി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ ഞാൻ നിയമയുദ്ധവുമായി മുമ്പോട്ട് പോകും.